ഹലോ ഫ്രണ്ട്സ്, നമ്മൾ തമ്മിൽ ഇനി അധികം മുഖവര വേണ്ടെന്ന് തോന്നുന്നു. കാരണം ഇന്ന് നമുക്ക് കുറച്ച് പൂച്ചകളെയാണ് പരിചയപ്പെടുത്താൻ പോകുന്നത്. പൂച്ചകൾ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാമോ എന്നറിയില്ല, ഈജിപ്റ്റ് എന്ന നാട്ടിൽ പൂച്ചകളെ ആരാധിച്ചിരുന്നു. അവർ അതിനെ ദൈവതുല്യമായിട്ടാണ് കണ്ടിരുന്നത്. പൂച്ചകളെ ആരെങ്കിലും ആക്രമിക്കുകയോ ഉപദ്രവിക്കുകയോ അവരെ കൊലപ്പെടുത്തുകയോ ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് തക്ക ശിക്ഷ നൽകിയിരുന്നു. അതുമാത്രമല്ല, പൂച്ചകൾ മരിച്ചു കഴിഞ്ഞാൽ അവരെ മമ്മിഫൈ ചെയ്യുകയും ചെയ്തിരുന്നു. അതായത് അവരെ ഒരു ടൂമ്പിൽ അടക്കിയിരുന്നും ചെയ്തു. അപ്പോൾ പൂച്ചകൾ എന്ന് പറയുമ്പോൾ നമ്മൾ വീട്ടിൽ വളർത്തുന്ന പൂച്ചകൾ മാത്രമല്ല, ബിഗ് കാറ്റ്സ് എന്ന് പറയുന്ന സിംഹം, കടുവ, ഇതെല്ലാം കാറ്റ് വർഗത്തിൽപ്പെടുന്നതാണ്. അതിനെ സയൻറ്റിഫിക്കലി ഫിലൈൻസ് എന്ന് പറയുന്നതാണ് അറിയുന്നത്. പക്ഷേ എന്നാൽ ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്ന കുറച്ച് പൂച്ചകളെയാണ്, അതായത് വളർത്തു പൂച്ചകളെയാണ്. ഇവിടെ തിരുവനന്തപുരത്ത് തിരുമല ഭാഗത്ത് ഒരു 3 ഫ്രണ്ട്സുകളുണ്ട്. അവരുടെ സുഹൃത്ബന്ധം തന്നെ വളരെയധികം ഈ പൂച്ചകൾക്ക് വേണ്ടിയായിരുന്നു. അതിൽ നിന്നും അവർ വരുമാനം സമ്പാദിക്കുകയും അവരത് സ്നേഹിക്കുകയും ചെയ്യുന്നു. അവരുടെ പേര് വന്നിട്ട് നവീൻ, ബിനോയ് ആൻഡ് വിശാൽ. അവരെ നമുക്ക് പരിചയപ്പെടാം. അപ്പം ഞാൻ പറഞ്ഞതുപോലെ 3 കൂട്ടുകാരും അവരെ കൂട്ടുകാരും എത്തിക്കഴിഞ്ഞു. നമുക്ക് അങ്ങോട്ടേക്ക് പോകാം. നവീൻ, ഹലോ, വെൽക്കം ടു പ്രിട്ടി പെറ്റ്സ്. താങ്ക് യു ഏട്ടാ. ഓക്കെ, നിങ്ങൾ 3 പേരും എങ്ങനെയാണ് സുഹൃത്തുക്കളായത്? എപ്പോഴൊക്കെയാണ്, എന്തൊക്കെയാണ് നിങ്ങളുടെ പാഷൻസ്? ഏട്ടാ, ഞാനും ബിനോയ് എന്ന് പറയുന്നത് നമ്മൾ 10ാം ക്ലാസ് തൊട്ട് ഒരുമിച്ച് പഠിച്ചതാണ്. വിശാൽ എന്ന് പറയുന്നത് ഞാനും അവനും കൂടെ ഒരുമിച്ച് ഡിഗ്രി ചെയ്തതാണ്. ഓക്കെ, എന്നിട്ടാണ് നമ്മൾ അപ്പോഴത്തേക്കും ഒരു ബിസിനസ് ചെയ്യണമെന്ന് ചെറുതൊട്ടേ ആഗ്രഹം ഉണ്ടായിരുന്നു. അത് വ്യത്യസ്തമായിട്ട് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ചെയ്യാത്തൊരു മേഖല, അപ്പോഴത്തേക്കും കോമ്പറ്റീഷനും കുറവായിരിക്കും. നമ്മൾ പുതിയതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പം ആൾക്കാരെ അത് വ്യത്യസ്തമായിട്ട് കാണുകയും ചെയ്യും. നമ്മൾ പെട്ടെന്ന് നമുക്ക് അതിൽ ശ്രദ്ധ ആകർഷിക്കാനും പറ്റും. അങ്ങനെയാണ് പൂച്ചയിലേക്ക് വന്നത്. പൂച്ചയിലേക്ക് വന്നതെന്ന് പറഞ്ഞാൽ ആദ്യം ചെറുതായിട്ട് ബേർഡ്സ് ചെയ്യുമായിരുന്നു. ബേർഡ്സ് ചെയ്ത് അതിൽ ലാഭം വളരെ കുറവാണ്. ഫിഞ്ചസ്, കോക്ടെയില്, ലവ് ബേർഡ്സ്, അതേപോലെ ചെറിയ കാറ്റഗറികളുള്ള ബേർഡ്സ് ചെറുതായിട്ടേ ഉള്ളൂ. ഇപ്പൊ ഉള്ളത് ഫിഞ്ചസ് ആണ്. ഫിഞ്ചസ്, ലവ് ബേർഡ്സ്, അങ്ങനത്തെ ബ്രീഡാണ്. അപ്പോഴത്തേക്കും അത് എണ്ണം എത്ര കൂടുതൽ വെക്കുന്നു അത്രയാണ് ലാഭം. അപ്പൊ അങ്ങനെ ഇരുന്നപ്പോഴാണ് ഈ പൂച്ചയെ കുറിച്ച് അറിയുകയും എങ്ങനെയാണ് അതിനെ കുറിച്ചുള്ള ഇമ്പോർട്ടൻസ് എന്ന് അറിയുക. അങ്ങനെയാണ് ഞാൻ ഈ പൂച്ചയെ കുറിച്ച് തേടി മാർക്കറ്റിലേക്ക് വരികയും അങ്ങനെ നമ്മൾ ഈ പൂച്ചയെ കുറിച്ച് ആരംഭിക്കുകയും ചെയ്തു കേട്ടോ. അപ്പൊ വിശാൽ എപ്പോഴാണ് ജോയിൻ ചെയ്തത് നവീൻ്റെ കൂടെ? വിശാൽ നവീൻ്റെ ആദ്യമായിട്ടൊരു ക്യാറ്റ് എടുക്കുന്നത്. അവൻ്റെ ഒരു ക്യാറ്റ് എടുത്തതിന് ശേഷം അത് തിരിച്ച് അവന് തന്നെ കൊടുക്കാനായിട്ടുള്ള ഒരു ഇത് മാർക്കറ്റിലോട്ട് വന്നപ്പോൾ അതിൽ കുറച്ച് പൈസ കിട്ടും. അങ്ങനെയായിട്ട് പിന്നെ നമ്മൾ ഈ ബിസിനസ്സിലോട്ട് അവനുമായിട്ട് കമ്പൈൻ ചെയ്ത് കുറച്ച് ബ്രീഡിംഗ് ഒക്കെ തുടങ്ങി അങ്ങനെ പോവുകയാണ്. ബിനോയ് അപ്പോൾ ആദ്യം മുതലേ ഉണ്ടായിരുന്നു? ഞാനും നവീനോണ് ആദ്യമായിട്ട് തുടങ്ങിയത്. നമ്മള് ബേർഡ്സ് ചെയ്യുമ്പോഴും ഞാനും നവീനും ഒരുമിച്ചുണ്ടായിരുന്നു. ഇതല്ലാതെ ബിനോയ്ക്ക് വേറെ എന്തെങ്കിലും, നിങ്ങൾക്ക് വേറെ ജോലി വല്ലതും ഉണ്ടോ? ഇതായത് ഫുൾ ടൈം ഇതാണോ? അല്ല, ഞാൻ പഠിക്കുകയാണ്. ഞാൻ MBA പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ബിനോയ് ജോലി ചെയ്യാണ്. ഞാൻ ബിടെക് പഠിച്ചത്. ഇപ്പൊ ഞാൻ ഫാർമ ഫീൽഡിലാണ് വർക്ക് ചെയ്യുന്നത്. മെഡിക്കൽ റെപ്രസെന്റേറ്റീവ് ആയിട്ട് ഞാൻ ലിവിഡസ് എന്ന കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു. ഞാൻ ഹോട്ടൽ മാനേജ്മെന്റ് കഴിഞ്ഞിട്ട് ഇപ്പൊ KTDCയിൽ വർക്ക് ചെയ്യാണ് ഷെഫായിട്ട്. അപ്പൊ ഇതൊരു ഹോബി ആയിട്ട് തുടങ്ങിയതല്ല, ഒരു ബിസിനസ് ആയിട്ട് തന്നെ തുടങ്ങിയത്? ഹോബി ആയിട്ട് തുടങ്ങിയതാണ്. പക്ഷേ പയ്യെ അതിനുള്ള ഹോബിയിൽ നിന്ന് നമുക്ക് ബിസിനസ് മാർഗം കിട്ടി തുടങ്ങിയപ്പോൾ ബിസിനസ്സിലേക്ക്. ഇപ്പൊ നിങ്ങൾക്ക് കാറ്റ്സിനെ കുറിച്ച് പ്രേക്ഷകർക്ക് എന്തൊക്കെ പറഞ്ഞു കൊടുക്കാൻ പറ്റും? ക്യാറ്റ്സ് എന്ന് പറയുമ്പം ക്യാറ്റ്സ് എപ്പോഴും ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു ജീവിയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിനെ കെയർ ചെയ്യാനും വളരെ സൈലൻ്റ് ആണ്. ഇപ്പം നമ്മളതിൽ ഒരു 10-20 ഒരു പട്ടി ഉണ്ടെങ്കിൽ നമുക്ക് അതിനെ കെയർ ചെയ്യാൻ ഭയങ്കര പാടാണ്. ഇപ്പോൾ ഒരാളെ ജോലിയാണ് ഒരു 20 പട്ടി ഉണ്ടെങ്കിൽ രാവിലെ തൊട്ട് വൈകിട്ട് വരെ അല്ലെങ്കിൽ ഉച്ചവരെ ചെയ്താലേ അതേൾ ക്ലീൻ ചെയ്ത് മേക്കപ്പ് ചെയ്ത് വരാൻ പറ്റുള്ളൂ. പക്ഷെ അതേ സമയത്ത് ഒരു 10-20 പൂച്ച ഉണ്ടെങ്കിൽ നമുക്ക് എളുപ്പം 1 മണിക്കൂറുണ്ടോ 1.5 മണിക്കൂറുണ്ടോ നമുക്ക് ക്ലീൻ ചെയ്ത് വരാൻ പറ്റും. അതേ സമയത്ത് നമുക്ക് സൈലൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ നോയിസ് പൊല്യൂഷൻ അങ്ങനെയൊന്നുമില്ല. നമുക്ക് വീട്ടിനകത്ത് തന്നെ വളരെ ശാന്തമായിട്ട് കിടക്കുന്ന മൃഗങ്ങളാണ്. അപ്പോൾ നമുക്ക് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പേർഷ്യൻ ക്യാറ്റ്സ് ആണ്. പേർഷ്യൻ ക്യാറ്റ്സ് എന്ന് പറയുമ്പോൾ ഈ ക്ലൈമറ്റ് അതിനൊട്ടും പറ്റില്ല. നമ്മളെ ക്ലൈമറ്റ് എന്ന് പറയുമ്പോൾ എപ്പോഴും ചേഞ്ചിങ് ആണ്. അതിൽ മെയിൽ, മഴ, അപ്പോഴത്തേക്കും ഈ പൂച്ചയ്ക്ക് ആ ക്ലൈമറ്റായിട്ട് ഒട്ടും യോജിക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനത്തെ സാഹചര്യങ്ങൾ വരുമ്പോൾ നമ്മൾ ഇതിന് മിനിമം വേണ്ടത് റൂം ടെമ്പറേച്ചറാണ്. റൂം ടെമ്പറേച്ചറിൽ എപ്പോഴും ഇതിന് ഒരു തണുത്തൊരു അന്തരീക്ഷം വേണം. ചൂടൊരിക്കലും പറ്റില്ല. അപ്പോൾ എത്ര ഈ പൂച്ചയെ തണുപ്പത്തിരുന്നു എന്ന് വെച്ചാൽ ഒരു AC മുറിയിലിട്ടാൽ പൂച്ച അത്രയ്ക്ക് സൈസ് വയ്ക്കുകയും അത്രയ്ക്ക് ഹെയർ ക്വാളിറ്റി കാണിക്കുകയും ചെയ്യും. പിന്നെ ഫുഡ് ഇതിൽ ഭയങ്കരമായിട്ട് റോൾ ഇമ്പോർട്ടൻ്റ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പൂച്ചയുടെ ലൈനേജ്, പൂച്ച അതിൻ്റെ അതിൻ്റെ പാരൻസും പിന്നെ അത് ഏത് ഫുഡാണ് നമ്മൾ ഫീഡ് ചെയ്യുന്നത് അത് പൂച്ചയുടെ സൈസ് വയ്ക്കാനും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കുറേ ഫുഡുണ്ട്. അതിൽ ഏറ്റവും നല്ല റിസൾട്ട് കിട്ടുന്ന ഫുഡാണ് മിയാവ്, റോയൽ കനാൻ, N&D എന്നൊക്കെ പറയുന്ന ഫുഡാണ് ഏറ്റവും നല്ല റിസൾട്ട് കിട്ടുന്ന ഫുഡുകൾ.
അപ്പം പൂച്ച എന്ന് പറയുന്നത് നല്ലൊരു സൈഡാണ്. ചില വീട്ടമ്മമാർക്കും ഇപ്പോൾ വേണമെങ്കിൽ അവർ വെറുതെ വീട്ടിലിരിക്കുന്ന സമയത്ത് ഒരു ഒരാണും ഒരു പെണ്ണും വാങ്ങിച്ചിട്ട് കഴിഞ്ഞാൽ വീട്ടിലുള്ള വീട്ടമ്മമാരുടെ ശ്രദ്ധയ്ക്ക് നിങ്ങൾക്കിതൊരു ബിസിനസ്സായിട്ട് വേണമെങ്കിലും സ്റ്റാർട്ട് ചെയ്യാമെന്നാണ് പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഇപ്പം വെളിയിൽ പോകേണ്ട ആവശ്യമില്ല, വീട്ടിൽ തന്നെ ഇരിക്കാം. ഒരു മെയിൽ ഒരു ഫീമെയിൽ വാങ്ങിച്ചിട്ട് കഴിഞ്ഞാൽ എങ്ങനെ പോയാലും ഒരു പ്രസവത്തിൽ 6 കുട്ടി 7 കുട്ടി 8 കുട്ടി വരെ കാണും. ഒരു കുട്ടി നമുക്ക് എങ്ങനെ പോയാലും ഹോൾസെയിൽ വില വെച്ച് കിട്ടിയാലും നല്ലൊരു വില കിട്ടും. അപ്പം ഫുഡ് വെച്ച് എങ്ങനെ നോക്കിയാലും ഒരു പൂച്ച ഒരു കുട്ടിയുടെ പൈസ ഫുഡിന് പോകും, പക്ഷെ ബാക്കി ലാഭമാണ്. അപ്പോൾ എന്തായാലും നല്ലൊരു മേഖലയാണ്. എത്ര വർഷം കൊണ്ടാണ് ഇത് ചെയ്തു വരുന്നത്? ഇപ്പോൾ വർഷം എന്ന് പറയുമ്പോൾ ഇപ്പൊ ഏകദേശം 2 വർഷമായി. 2 വർഷമായി. അപ്പോൾ പുതിയതായിട്ട് ഒരാൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അവർക്ക് എളുപ്പമായിരിക്കും, അല്ല അവരെന്തൊക്കെ മുൻകരുതൽ എടുക്കണം, എങ്ങനെ പ്രിപ്പയർ ചെയ്യണം? മുൻകരുതൽ എന്ന് പറയുമ്പോൾ കുറെ ഉണ്ട് കേട്ടാ. എന്ന് വെച്ച് കഴിഞ്ഞാൽ കേട്ടാ പൂച്ചകൾക്ക് മെയിൻ ആയിട്ട് ഈ പേർഷ്യൻ ക്യാറ്റ് എന്ന് പറയുമ്പോൾ തണുപ്പാണ്. അപ്പൊ ഈ തണുപ്പ് ഒരിക്കലും തന്നെ ഈ ക്ലൈമറ്റ് തന്നെ ഒട്ടും പറ്റിയതല്ല. അപ്പൊ നമ്മൾ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ടത് പൂച്ച ഇടേണ്ട സ്ഥലം മിനിമം ഒരു റൂം ടെമ്പറേച്ചർ ഉള്ളെങ്കിലും വേണം. രണ്ടാമതായിട്ട് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഇതിന്റെ ഫുഡാണ്. ഫുഡ് എന്ന് പറയുമ്പോൾ നമ്മൾ സാധാ പൂച്ചകൾ കൊടുക്കും പോലെ ചോറും മീൻ കറി, അപ്പം, ഇഡ്ഡലി, ദോശ അങ്ങനെ അതൊന്നും പറ്റൂല. ഓക്കെ, ഇതിനെല്ലാം പ്രത്യേക ക്യാറ്റ് ഫുഡുകളുണ്ട്, ഓരോ ബ്രാൻഡുകളുണ്ട്. ഓരോ ബ്രാൻഡ് ഓരോ വിലയാണ്. അപ്പോഴത്തേക്ക് ഇത് ഈ ബ്രാൻഡ് ഫുഡ് കൊടുക്കുന്നത് കൊണ്ട് പൂച്ചകളിൽ വരുന്ന മാറ്റങ്ങളൊന്നും പൂച്ച എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ബ്രാൻഡ് ഫുഡ് കൊടുക്കുമ്പോഴത്തേക്കും എക്സാമ്പിൾ റോയൽ കാൻ എന്നൊരു ഫുഡ് കൊടുക്കുമ്പോൾ പൂച്ച അത്രയ്ക്ക് സൈസ് വയ്ക്കുകയും അത്രയും ഹെയർ ക്വാളിറ്റി കാണിക്കുകയും അത്രയും ഹെവി ആയിട്ട് കാണിക്കുകയും ചെയ്യും. അതേ സമയത്ത് നമ്മൾ സാധാ ഫുഡ് കൊടുക്കുമ്പോൾ അത് നമുക്ക് ആ റിസൾട്ട് ഒരിക്കലും കിട്ടില്ല. ഈ പൂച്ചയിൽ ഒരിക്കലും റിസൾട്ട് കിട്ടില്ല. അതാണ് കേട്ടോ. നവീൻ, ഈ പൂച്ച ഏത് ബ്രീഡാണ്, എന്താണ് പറയൂ? ഈ പൂച്ച എന്ന് പറയുമ്പോൾ എക്സ്ട്രീം പഞ്ചാണ്. ഇത് എക്സ്ട്രീം പഞ്ച് ബ്രീഡിലെ. എങ്ങനെയാണ് ഇത് മനസ്സിലാക്കുന്നത് എക്സ്ട്രീം പഞ്ചാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പൂച്ചകൾ പേർഷ്യൻ ക്യാറ്റ് മെയിൻ ആയിട്ട് 4 കാറ്റഗറിയാണ് ഉള്ളത്. എന്ന് വെച്ചാൽ ഡോൾ ഫേസ്, സെമി പഞ്ച്, എക്സ്ട്രീം പഞ്ച്. അതിൽ ഏറ്റവും വില കൂടിയതാണ് എക്സ്ട്രീം പഞ്ച്. ഇവിടെ പേർഷ്യൻ ക്യാറ്റ്സ് മാത്രമേ ഉള്ളൂ. പേർഷ്യൻ ക്യാറ്റിൽ മെയിൻ ആയിട്ട് 4 കാറ്റഗറിയാണ് ഉള്ളത്. 4 കാറ്റഗറി എന്ന് പറയുമ്പോൾ ഡോള്, പഞ്ച്, സെമി പഞ്ച്, എക്സ്ട്രീം പഞ്ച്, അങ്ങനെ മെയിൻ ആയിട്ട് 4 കാറ്റഗറിയാണുള്ളത്. അതിൽ ഇപ്പം ഞാൻ എടുത്ത് കാണിച്ചതാണ് ഏറ്റവും വില കൂടിയത്. അതാണ് എക്സ്ട്രീം പഞ്ച് എന്ന് പറയും. അതിൻ്റെ ഒരു കുട്ടിക്ക് 30,000 രൂപ വരെ ഇപ്പം മാർക്കറ്റിൽ വിലയുണ്ട്. അപ്പം എക്സ്ട്രീം പഞ്ച് എന്ന് മനസ്സിലാക്കാൻ പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ മൂക്ക് എത്ര മുകളിൽ കയറും എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്ട്രീം പഞ്ചിന്റെ കണ്ണും മൂക്കും ഒറ്റ വരിയിലിരിക്കും. ഒരേ വരി എന്ന് വെച്ചാൽ എക്സാമ്പിൾ നമ്മളെ പഗ് പട്ടിയുടെ മുഖം എത്ര ചപ്പും തോറും അതേപോലെ ഈ പൂച്ചയുടെ മുഖം ചപ്പും തോറും പൂച്ചയുടെ വില മാറും. അങ്ങനെയാണ് ഈ പൂച്ചയുടെ മെയിൻ ആയിട്ട് വില മാറുന്നത്. പിന്നെ അതിന്റെ ഹെയർ ക്വാളിറ്റിയും ആ ലൈനേജും, അതാണ് വേറെ 2 കാറ്റഗറി വില മാറാനുള്ളത്. അതാണ് വേറെ. ഇപ്പൊ ഈ പൂച്ച ഏത് ബ്രീഡാണ്? അതും പഞ്ച് ഫേസ് ആണോ? അല്ല, ഇത് നമുക്ക് ഫ്ലാറ്റ് ഫേസ് എന്ന് പറയാൻ പറ്റും. ഇത് ഫ്ലാറ്റ് ഫേസ് ആണ്. ഇത് മെയിലാണ്. ഈ മെയിൽ എന്ന് പറയുമ്പോൾ നമുക്ക് മെയിൻ ആയിട്ട് സ്റ്റഡിങ്ങിനാണ് ഉപയോഗിക്കേണ്ടത്. ഇപ്പൊ നമ്മളതിൽ ഒരു 10 ഫീമെയിൽ ഉണ്ടെങ്കിലും ഒരാളിൽ ഏറ്റവും നല്ലൊരു മെയിൽ മതി. കാരണം നമുക്ക് ആ 10 ഫീമെയിലിനെ ഈ ഒറ്റ മെയിൽ വെച്ച് നമുക്ക് മേറ്റ് ചെയ്യിക്കാൻ സാധിക്കും. പിന്നെ മെയിൽ എന്ന് പറയുമ്പം ഏറ്റവും ക്വാളിറ്റി കൂടിയ മെയിലായിരിക്കണം. ഇപ്പോൾ ഫീമെയിൽ ഇപ്പം അത്രയ്ക്ക് ക്വാളിറ്റി ഇല്ലെങ്കിലും മെയിൽ വെച്ച് നമുക്ക് ആ ക്വാളിറ്റി കോംപ്രമൈസ് ചെയ്യാൻ പറ്റും. അപ്പം ഈ കാറ്റഗറി എന്ന് പറയുന്നത് ഫ്ലാറ്റ് ഫേസ് ആണ്. ഈ ഇനം എന്ന് പറയുന്നത് ഡോൾ ഫേസിന്റെ മുകളിൽ വരുന്ന ഒരു ഇനമാണ്. ഓക്കെ, ഇതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇനമാണ്. ഇതും നല്ലൊരു മൂവ്മെന്റ് ഉള്ളതാണ് മാർക്കറ്റിൽ. ഇത് ഫീമെയിൽ ആണ്. ഇത് എക്സ്ട്രീം പഞ്ച് എന്ന് പറയും. ഇത് എക്സ്ട്രീം പഞ്ചിൽ തന്നെയാണ്. ഇതിനൊക്കെ പേരുകളുണ്ടോ? ഇതിന് പേര് നമ്മൾ സ്വന്തമായിട്ട് പേരിട്ടിട്ടുണ്ട്. അല്ലാതെ ഇതിന്റെ പേര് മേഴ്സി എന്നാണ്. അത് ആ മെയിലിന്റെ പേര് സുൽത്താൻ എന്നാണ്. അപ്പൊ ഇതിന്റെ പേര് മേഴ്സി എന്നാണ്. ഓക്കെ, അപ്പൊ ഈ ഒരു ഫീമെയിലും ഈ ഒരു ഫേസ് ഉള്ള ഒരു ഫീമെയിലും ആ ഫേസ് ഉള്ള ഒരു മെയിൽ എന്ന് വെച്ചാൽ നമ്മൾ സുൽത്താനായിട്ട് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അതിന്റെ ഒരു കുട്ടിക്ക് 30,000 രൂപ വരെ വില കിട്ടും മാർക്കറ്റിൽ.
അപ്പം അതാണ് എത്ര കുട്ടികൾ വരെ വരും ഒരു ലിറ്ററിൽ? ഒരു പ്രസവത്തിലെന്ന് പറയുമ്പോൾ ഈ ഡോൾ ഫേസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സാധാ പൂച്ചയുടെ മുഖത്തിന് എങ്ങനെ പോയാലും 8 കുട്ടി 9 കുട്ടി വരെ മാക്സിമം കാണും. ഈ എക്സ്ട്രീം ബ്രീഡ്സ് എന്ന് പറയുമ്പം അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളെ എണ്ണം വളരെ കുറവായിരിക്കും. കാരണം അതിൻ്റെ തലയുടെ സൈസ് വലുതാണ്, ബോഡി സൈസ് വലുതാണ്. പക്ഷെ അതേ സമയത്ത് ഒരു 3 കുഞ്ഞുണ്ടായാലും നമുക്ക് ഡോൾ ഫേസ് കിട്ടുന്ന അതേ വില കിട്ടും. പക്ഷേ ഈ എക്സ്ട്രീം ബ്രീഡ്സ് ആകുമ്പോൾ ഒരു പ്രസവത്തിൽ 3 കുട്ടി 4 കുട്ടി വരെ കാണുള്ളൂ. എക്സ്ട്രീം ബ്രീഡ്സിന് ഡോൾ ഫേസ് അങ്ങനത്തെ ഇനത്തിന് 8 കുട്ടി 9 കുട്ടി വരെ കാണും ഒരു പ്രസവത്തിൽ. ഇവർക്ക് സെപ്പറേറ്റ് ടോണിക്കുകളോ എന്തെങ്കിലും മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ കൊടുക്കേണ്ടി വരും? ഉണ്ട്, ടോണിക്കുകളുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പൂച്ചകൾക്ക് മെയിനായിട്ട് നമ്മൾ നോക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഹെൽത്താണ്. നമ്മൾ മെയിനായിട്ട് ഈ പേർഷ്യൻ ക്യാറ്റ് എന്ന് പറയുമ്പോൾ വീടിനകത്ത് അടച്ചിട്ടാണ് വളർത്തുന്നത്. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന ഫുഡേ അതിനുള്ളൂ. അപ്പോൾ നമ്മൾ അതിനുള്ള സപ്ലിമെൻറ്റ്സ് എല്ലാം കൊടുക്കണം. ഒരു എക്സാമ്പിൾ, ഇപ്പോൾ ഒരു പൂച്ച പ്രസവിച്ച് കിടക്കുമ്പോൾ അത് ഒരു 8 കുട്ടിയെ നോക്കുകയാണെന്ന് വെച്ചോ, അതിന് നമ്മൾ ഫുഡ് പ്രത്യേകം കെയർ ചെയ്യണം. എന്നാലേ ആ 8 കുട്ടിയെ നോക്കിയെടുക്കാനുള്ള ഒരു പാല് അതിന് ഉൽപ്പാദിച്ചാൽ കുഞ്ഞുങ്ങൾ ഒരേപോലെ നോക്കിയെടുക്കാൻ പറ്റുള്ളൂ. അതിന് പ്രത്യേക ഫുഡുകളുണ്ട്. ആ പ്രസവ സമയത്ത് കൊടുക്കാനുള്ള പ്രത്യേക ഫുഡുകളുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പ്രസവ സമയം എന്ന് പറയുന്നത് നിങ്ങൾക്ക് കൂടുതൽ കോൺഷ്യസ് ആയിട്ട് വർക്ക് ചെയ്യേണ്ടി വരും. കുറച്ച് കെയർ ചെയ്ത് കുറച്ച് ടൈമൊക്കെ കൊടുക്കും. അപ്പം നിങ്ങൾ 3 പേരും ചേർന്നാണോ അതെല്ലാം അത് മാനേജ് ചെയ്യുന്നത്? അത് ഇതിന് സ്പെഷ്യലായിട്ട് ആരെങ്കിലും ഉണ്ടോ? ഇല്ല, നമ്മൾ സ്പെഷ്യലായിട്ടെന്ന് പറയുമ്പം ഞാൻ ഇതിനെ നോക്കുകയും കുഞ്ഞുങ്ങളെ എടുക്കുകയും അങ്ങനെയാണ് ചെയ്യുന്നത്. ബിനോയാണ് അതിനെ വിൽക്കാനും എന്ന് വെച്ചാൽ ഇതിപ്പോ മാർക്കറ്റിംഗ് ആൻഡ് സെയിൽസ് ബിനോയാണ്. അതേപോലെ വിശാഖും പൂച്ചകളെ നോക്കിയെടുക്കാനും അവനാണ് കെയറിങ്. അപ്പൊ മെയിൻ ആയിട്ട് നമ്മളെ മാർക്കറ്റ് ചെയ്യുന്നത് ബിനോയാണ്. കാരണം അതൊരാളെ ജോലിയാണ്. നിങ്ങളുടെ ഗ്രൂപ്പിന് എന്തെങ്കിലും പേര് വല്ലതും ഉണ്ടോ? നമ്മളെ പേരെന്ന് പറയുന്നത് ഇപ്പൊ പ്രത്യേകിച്ച് അറിയപ്പെടുന്ന പേര് ഫ്ലഫീസ് എന്നാണ്. ഫ്ലഫീസ് എന്നാണ് അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ട്രിവാൻഡ്രത്ത് തിരുമല എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പൊ അങ്ങനെയാണ് ചെറുതായിട്ട് ചെയ്തു തുടങ്ങുന്നു. ഇപ്പം കുറെ പേർക്ക് പൂച്ച കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നന്നായിട്ടിരിക്കുന്നു. കാറ്റ്സിന്റെ സെയിൽസ് മാത്രമാണോ നിങ്ങൾ ഇവിടെ ചെയ്യുന്നത്? സെയിൽസ് മാത്രമല്ല കേട്ടോ, നമ്മൾ അതിൻ്റെ ഗ്രൂമിങ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കിറ്റൻസ് വേണമെങ്കിൽ കിറ്റൻസ് അവൈലബിൾ ആണ്. അഡൽട്ട് മെയിൽ വേണമെങ്കിൽ ഫീമെയിൽ വേണമെങ്കിൽ അവൈലബിൾ ആണ്. അപ്പം ഗ്രൂമിങ് ആയാലും അതിൻ്റെ ക്യാറ്റ്സിൻ്റെ ഏത് കിറ്റൻസിൻ്റെ പരിവായാലും ഗർഭിണി ആയാലും ഏത് രീതിയിലുള്ള പൂച്ചയായാലും നമ്മളെ കോൺടാക്ട് ചെയ്യാം. നമ്മൾ ഏറ്റവും നല്ല പൂച്ച ഏറ്റവും നല്ല രീതിയിൽ തരും. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ സ്റ്റഡിങ്ങും ചെയ്യുന്നുണ്ട്. സ്റ്റഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേറ്റിങ്, അത് എക്സ്ട്രീം പഞ്ചായിട്ടും ഡോൾ ഫേസ് ആയാലും ഏത് മെയിലായിട്ടായാലും നമുക്ക് സ്റ്റഡ് സർവീസ് ഉണ്ട്. എന്തിനും നമ്മളെ പൂച്ചയ്ക്ക് വേണ്ടി എന്ത് ആവശ്യത്തിന് എന്ത് സംശയം ഉണ്ടെങ്കിൽ നമുക്ക് കോൺടാക്ട് ചെയ്യാം. നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ ചെയ്തു തരാറ്. നവീൻ്റെ ഫ്രണ്ട്സ് മാത്രമാണോ സപ്പോർട്ട്, അതോ ഫാമിലിയും സപ്പോർട്ട്? ഫാമിലി എല്ലാം നല്ല സപ്പോർട്ടാണ് കേട്ടോ. ഞാൻ പഠിക്കുകയാണ്, ഞാൻ MBA പഠിക്കുകയാണ്. അച്ഛനമ്മ നല്ല സപ്പോർട്ട് ചെയ്യാറുണ്ട്. അതിൻ്റെ കൂടെ ഞാൻ മാരീഡാണ്. അതിൻ്റെ വൈഫ് നല്ലവർക്ക് സപ്പോർട്ട് ചെയ്യുന്നു. വൈഫിൻ്റെ പേരെന്താ? വൈഫ് ആതിര. ആതിര ഇപ്പോൾ വരും? ആതിര എന്ന് വെച്ച് കഴിഞ്ഞാൽ പൂച്ച ഗ്രൂമിങ് ആയാലും പൂച്ചയെ കുളിപ്പിക്കാനായാലും ക്ലീനിങ്ങിനായാലും എല്ലാത്തിനും അവൾ കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യാറുണ്ട്. അപ്പം എനിക്ക് ഒരാളും കൂടെ ഉണ്ടെങ്കിൽ എൻ്റെ കാര്യങ്ങൾ മൊത്തം ചെയ്ത് തീർത്ത് രാവിലെ പഠിക്കാൻ ഇറങ്ങുന്ന മുമ്പേ കാര്യങ്ങളെല്ലാം പെട്ടെന്ന് ചെയ്ത് തീർക്കാൻ അവൾ നല്ല രീതിയിൽ സഹായിക്കുന്നുണ്ട്. അവളും പഠിക്കുകയാണ്, അവളും ഡിഗ്രി പഠിക്കുകയാണ്. വളരെ സന്തോഷമുണ്ട് നവീൻ കേൾക്കുമ്പോൾ. കാരണം ഒരു ഫാമിലി തന്നെ ഒരു പെറ്റ്സിനെ സപ്പോർട്ട് ചെയ്യുന്നു. അത് അതിൽ കൂടെ നവീനും സന്തോഷം, ഫാമിലിക്കും സന്തോഷം. ഇത് വൈഫ്. ഇവളാണ് പൂച്ച കുഞ്ഞുങ്ങളെയൊക്കെ ടേക്ക് കെയർ ചെയ്യുന്ന ഇവളാണ്. എന്ന് വെച്ചാൽ അതിൻ്റെ ഗ്രൂമിങ്ങും കാര്യങ്ങളെല്ലാം നോക്കുന്നത് അവളാണ്. ഓക്കെ, അപ്പം ഇത് നമ്മളിൽ തന്നെ ബ്രീഡായി ഇറങ്ങിയ കിറ്റൻസ് ആണ്. നമ്മൾ എക്സ്ട്രീം പഞ്ച് മെയിലിൽ ഇറങ്ങിയ കിറ്റൻസ് ആണ്. പ്രസവത്തിൽ എന്ന് പറയുമ്പോൾ 6 കുഞ്ഞ് 8 കുഞ്ഞ് വരെ കാണും ഒരു പ്രസവത്തിൽ. അപ്പോഴത്തേക്കും ഇത് 60 ദിവസമാണ് തള്ള പ്രസവിക്കാനുള്ള പീരീഡ്. പ്രസവിച്ച് കഴിഞ്ഞാലും 2 മാസം എന്ന് പറയുമ്പോൾ 60 ദിവസം മസ്റ്റായിട്ടും തള്ളേരെ കൂടി ഇട്ടേക്കുന്ന. കഴിഞ്ഞിട്ട് വേണം ബാക്കി തള്ളേരെടുത്ത് മാറ്റാൻ വേണ്ടിയിട്ട്. എന്നാലേ തള്ളേരെടുത്ത് നിന്ന് പാലെല്ലാം കുടിച്ച് മാറി കുഞ്ഞുങ്ങൾ നമുക്ക് സെയിലിന് വേണ്ടി റെഡി ആവുള്ളൂ. ഓക്കെ, അപ്പോൾ 60 ദിവസത്തിൽ കൂടുതൽ ഇട്ടിരുന്നാൽ അത്രയും നല്ലത്. ഓക്കെ, അപ്പോൾ 70 ദിവസമാണ് കറക്റ്റ് കണക്ക്. 70 ദിവസം ഇട്ട് തള്ളയെടുത്ത് നിന്ന് മാറ്റിക്കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾ നമുക്ക് കൺഫേം ആയിട്ടും ഓരോ കസ്റ്റമേഴ്സിന് കൊടുക്കാം. ആ സമയത്ത് കുഞ്ഞുങ്ങൾ സ്വന്തമായിട്ട് തീറ്റയെടുത്ത് തുടങ്ങുകയും വാങ്ങിക്കുന്ന ആൾക്കാർക്ക് തന്നെ നോക്കാം. അത്ര എളുപ്പമായിരിക്കും. പത്ത് ദിവസം കഴിയുമ്പോഴത്തേക്കും കണ്ണ് തുറക്കും. കണ്ണ് തുറന്നാലും നമ്മൾ ഇതിനെ വൃത്തിയായിട്ട് സൂക്ഷിക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെയിലി എടുത്ത്, സാധാരണ പൂച്ചകളെന്ന് പറയുമ്പോൾ എവിടെ പ്രസവിച്ചാലും രക്ഷപ്പെട്ടു വരും. ഇതങ്ങനെയല്ല. ഇത് വൃത്തി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. എന്ന് വെച്ചാൽ ഡെയിലി അതിനെ നോക്കുകയും നമ്മൾ അതിന് വേറെ വെയിറ്റ് കുഞ്ഞുങ്ങൾ നല്ല പാൽ കുടിക്കുന്നുണ്ടാകുന്ന നോക്കുകയും
അത് നല്ല വെയിറ്റ് ഉണ്ടാകാൻ നോക്കി ഡെയിലി നമ്മളെടുത്ത് ചെക്ക് ചെയ്യണം. എന്നാലേ നമുക്ക് ഒരു 60 ദിവസം ആകുമ്പോൾ അല്ലെങ്കിൽ 70 ദിവസം ആകുമ്പോൾ കുഞ്ഞുങ്ങളെ കൊടുക്കാനുള്ള പരുവത്തിലാക്കി എടുക്കാൻ പറ്റത്തുള്ളൂ. വാക്സിനേഷൻസ് ഉണ്ട്. വാക്സിനേഷൻസ് എന്ന് പറയുമ്പം നമ്മളെ ഫെലിജിൻ എന്ന് പറയുന്ന വാക്സിനേഷൻ ഉണ്ട്. അത് മസ്റ്റാണ്. അത് 2 മാസം ആകുമ്പോൾ എടുക്കേണ്ട ഒരു വാക്സിനാണ്. അത് എടുത്തു കഴിഞ്ഞാൽ പിന്നെ കുഞ്ഞുങ്ങൾക്ക് കുറേ അസുഖങ്ങൾ വരാതിരിക്കും. അത് വർഷത്തിലൊരിക്കൽ എടുക്കണം. അത് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഈ കാലാവസ്ഥയിൽ മസ്റ്റായിട്ട് ആ വാക്സിനേഷൻ എടുക്കണം. നമ്മളെ പൂച്ചകൾ ഹെൽത്തി ആയിട്ടിരിക്കണമെങ്കിൽ അത് വാക്സിനേഷൻ മസ്റ്റാണ്.